പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസമാണിത്. നാളെയാണല്ലോ പെന്തക്കോസ്ത തിരുനാൾ. നമ്മുടെ പെസഹ കാലം പൂർത്തിയാകുന്നത് ഈ 50-ാം തിരുനാളോടുകൂടിയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഇന്നത്തെ സുവിശേഷത്തിൽ വക്ഷസിൽ ചാരിക്കടന്ന് ചേർന്ന് നിന്ന് യോഹന്നാനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എളുപ്പവഴി ഒട്ടി നിൽക്കുക, ചേർന്ന് നിൽക്കുക. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിന്നോട് ചേർന്ന് നിൽക്കുക. നമുക്ക് കർത്താവിനോട് 1 മണിക്കൂറെങ്കിലും ചേർന്ന് നിൽക്കാൻ പറ്റിയ സുന്ദരമായ അവസരമാണ് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ പരിശുദ്ധ ബലിയർപ്പണം. പല വിചാരമൊന്നുമില്ലാതെ നല്ല ശ്രദ്ധയോടുകൂടെ സ്നേഹത്തോടുകൂടെ കർത്താവിൻ്റെ ഈ ബലിയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. നമുക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത്. ആ മരണം നമ്മളിപ്പോൾ അനുസ്മരിക്കുകയാണ്. ഈ കുരിശു മരണത്തെ ആരാധിക്കുന്നതാണ് നമുക്ക് രക്ഷയ്ക്കുള്ള എളുപ്പവഴി. അപ്പോൾ അതിനുള്ള സുന്ദരമായ അവസരമാണ്. ഈശോയുടെ മരണത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, ഈശോയുടെ രഹസ്യങ്ങളെ, പെസഹ രഹസ്യങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അൾത്താരയ്ക്ക് മുമ്പിൽ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപദേശിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവേ
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങ് ഔദാര്യത്താൽ ഞങ്ങളുടെ സൽപ്രവർത്തികളിലൂടെയും ജീവിതത്തിലൂടെയും അതിൻ്റെ ഫലങ്ങൾ മുറുകെ പിടിക്കാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾ റോമ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളിടത്തു താമസിക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു. 3 ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി. അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, സഹോദരരെ, ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ജെറുസലേമിൽ വെച്ച് തടവുകാരനായി റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാഞ്ഞതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹൂദർ എതിർത്തു. തന്മൂലം എൻ്റെ ജനങ്ങൾക്കെതിരായി എനിക്ക് ഒരാരോപണവും ഇല്ലെങ്കിലും സീസറിൻ്റെ മുൻപാകെ ഉപരിവിചാരണയ്ക്ക് അപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി. ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത്. അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവം പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവേ, കർത്താവേ, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവേ, കർത്താവേ, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവേ, കർത്താവേ, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ മുഖം ദർശിക്കും. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് സത്യാത്മാവിനെ അയക്കും. അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഇവൻ്റെ കാര്യം എന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ്
എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത തിരുനാളിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ അതിനേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ഈ അവസാന നിമിഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തോട് ഒട്ടി നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അല്ലെ, സങ്കീർത്തനം 91 പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് നമ്മൾ പലപ്പോഴും, അല്ലേ? സങ്കീർത്തനം 91 അതിൻ്റെ 14-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്ന ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ ഒട്ടി നിൽപ്പ് അതാണ് പ്രധാനം. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം ഇന്നലത്തേതിൻ്റെ തുടർച്ചയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം തിബേരിയാസിലെ അനുഭവത്തിന് ശേഷം പത്രോസിനെ ദൗത്യമേൽപ്പിക്കുന്ന കാര്യമാണ്. പത്രോസിനോട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ദൗത്യമേൽപ്പിക്കുകയാണ്. അപ്പം അത് നീ എന്നെ സ്നേഹിക്കുന്നുവോ 3 തവണ ചോദിച്ചിട്ട് ആ ദൗത്യം ഏൽപ്പിച്ച് കഴിയുമ്പോൾ പിന്നീട് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനോട് ഒട്ടി നിന്നവൻ, വക്ഷസിൽ ചാരിക്കടന്നവൻ വരുന്നു. അപ്പോൾ പത്രോസ് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് കാണാം. ഞാൻ അങ്ങനെയാണ് ധ്യാനിച്ചത്. പത്രോസ് ചിന്തിക്കുകയാണ്, ദൈവമേ, ഞാൻ ഒട്ടി നിന്നിട്ടില്ലല്ലോ, ഞാൻ അകലെയായി അനുഗമിച്ചിരുന്നയാളല്ലേ, പരിചാരികയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞയാളല്ലേ, അകലെയായി അനുഗമിച്ചവൻ, തള്ളിപ്പറഞ്ഞയാൾ, പക്ഷെ ഒട്ടി നിന്നവൻ, വക്ഷസിൽ ചാരിക്കടന്നവൻ അവനിവിടെ നിൽക്കുന്നു. തള്ളിപ്പറഞ്ഞവനും അകലെയായി അനുഗമിച്ചവനും സ്ഥാനം കൊടുത്തിരിക്കുന്നു. അപ്പം ഇവൻ്റെ കാര്യം എന്ത്? അങ്ങനെ ഒന്ന് ധ്യാനിക്കാൻ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പം ഇവൻ്റെ കാര്യം എന്ത്? കർത്താവ്, എനിക്ക് വേണ്ട, ഞാൻ ഈ റാങ്കിന് അർഹനല്ല, ഈ റാങ്കിന് ഞാൻ അർഹനല്ല, ഇത് എനിക്ക് യോഗ്യതയില്ല. യോഗ്യതയുള്ളവൻ നിൽക്കുന്നു, ഒട്ടി നിന്നവൻ നിൽക്കുന്നു. അതാണ് ഇത്. അതങ്ങനെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സുവിശേഷ ഭാഗം കുറേ ചിന്തകൾ നമുക്ക് നൽകും. ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവർക്കാണ് അനുഗ്രഹം. ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ്. ഈ സംഭാഷണമെല്ലാം കഴിയുമ്പോൾ നീ പേടിക്കണ്ട, നീ എന്നെ അനുഗമിക്കുക, നീ അതും പറഞ്ഞ് നീ പിന്മാറണ്ട. അല്ല, യോഹന്നാന്റെ സുവിശേഷം 21-ാമത് 22-ാം വാക്യം യേശു പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ ഇപ്പോൾ എന്നെ അനുഗമിക്കുക, നീ വരിക, നിന്നെ ഞാൻ ഏൽപ്പിച്ചൊരു കാര്യം നീ അത് ചെയ്യുക. നീ നിൻ്റെ അയോഗ്യതയൊന്നും പറയണ്ട, നിൻ്റെ അയോഗ്യത ഞാൻ യോഗ്യതയായിട്ട് പരിഗണിച്ചു എന്ന് പത്രോസിനോട് പറയുന്നതിന് തുല്യമായിട്ടാണ് ഞാനത് ധ്യാനിക്കുന്നത്. അപ്പോൾ ഈ കൂടെ നിന്നവൻ്റെ കാര്യം എന്താ? കൂടെ നിന്നവൻ്റെ കാര്യം അവൻ ജീവിക്കും. ചിലപ്പോൾ ഈ എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ ഈ അപ്പോസ്തലൻ മാത്രം അങ്ങനെ മരിക്കേണ്ടി വന്നില്ല. സാധാരണ പോലെയാണ് ഈ അപ്പോസ്തലൻ മരിച്ചത്. രക്തസാക്ഷിയല്ല യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ടെന്താ, ഈശോയുടെ കുരിശുമരണം കാണാനുള്ള ഭാഗ്യം കൊടുത്തു. അത് പരിശുദ്ധമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യമാണ്. പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് ഈശോയുടെ കുരിശുമരണത്തെ കാണുവാനും ആരാധിക്കുവാനുമുള്ള ഭാഗ്യം അമ്മയെ നേരിട്ട് ലഭിച്ചത് യോഹന്നാൻ ശ്ലീഹയ്ക്കാണ്. അതൊരു ഭാഗ്യമാണ്. ചിലപ്പോൾ ഈ ഭാഗ്യത്തെക്കുറിച്ചായിരിക്കും ഞാൻ അവന് വേറൊരു കാര്യം കൊടുക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്നെ അനുഗമിക്കുക, നീ അവനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, എൻ്റെ കൂടെ ഒട്ടി നിന്നവന് ഞാൻ വേറൊരു കാര്യം, മഹത്തായൊരു കാര്യം ഞാൻ കാണിച്ചു കൊടുക്കും. ഒട്ടി നിൽക്കുന്നവന്
ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ഞാനൊരു മഹത്തായ ഒരു കാര്യം ഞാൻ കാണിച്ചു കൊടുക്കും. അതാണ് ചേർന്ന് നിൽക്കുക. ചേർന്ന് നിൽക്കലാണ് നമ്മുടെ പണി. ചേർന്ന് നിൽക്കുക. സങ്കീർത്തനം 73:28 ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ഭാഗ്യം. കർത്താവേ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. അതാണ് പറയുന്നത്. സങ്കീർത്തനം പറയും എൻ്റെ ആനന്ദം അതാണ്. കർത്താവ് അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. നമുക്ക് ഈ ചേർന്ന് നിൽപ്പോൾ 1 മണിക്കൂർ കുർബാന ഒക്കെ നിങ്ങൾക്ക് ഭാരമാണോ? ഇരുന്നുറങ്ങുകയാണോ? ഇത് ഭാരമാണോ? കർത്താവിന് ബലിയർപ്പണം ഭാരമാണോ? കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിൽ സന്തോഷമുണ്ടോ? ഞായറാഴ്ച പള്ളി പോകുന്നതിൽ സന്തോഷമുണ്ടോ? കുർബാന സ്വീകരിക്കുന്നതിൽ, കുമ്പസാരിക്കുന്നതിൽ സന്തോഷമുണ്ടോ? ഇത് ഭാരമാണോ? ഇത് ഭാരമാണ്. അതാണ് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഇപ്പോൾ ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം അവിടെ ഒരു വചനമുണ്ട്. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്, അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും. അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച്. ജ്ഞാനം എന്താ? പരിശുദ്ധാത്മാവാ. ജ്ഞാനം പരിശുദ്ധാത്മാവാണ്. ജ്ഞാനം പരിശുദ്ധാത്മാവാണ്. ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്, അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഈ പരിശുദ്ധാത്മ. നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന സുന്ദരമായ അവസരമാണ്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ ആളുകൾ വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം ഞാൻ നിറവേറ്റി, എന്തോ മഹാകാര്യം ചെയ്ത കണക്കാണ്. കുമ്പസാരത്തിന് മുൻപ് ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ കുമ്പസാരിച്ചിട്ട് ഇത്ര നാളായി, വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റി. ഞാൻ ചോദിക്കട്ടെ, പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ പരിഹാരം ചെയ്യുന്നത് പോലെയാണ്. ഈശോ കുരിശിൽ മരിച്ച് പരിഹാരം ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ അതിനപ്പുറം നമുക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും? 2 പ്രാവശ്യം കുരിശിൽ മരിക്കാൻ പറ്റുമോ? കുരിശിൽ മരിച്ചിട്ട്, ഈശോ കുരിശിൽ മരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണ്ടേ? കുരിശിൽ മരിക്കുകയും ചെയ്യണം, വേറൊരു കാര്യം കൂടി ചെയ്യണം, എന്നാലല്ലേ ഈശോയെ കടത്തിവെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശോയെ കടത്തിവിട്ടിട്ട് നമുക്കൊരു പരിഹാരം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പ്രായശ്ചിത്തം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്തതുപോലെ ആയില്ലേ? നമ്മൾ പരിഹാരം ചെയ്തിട്ടാണോ നമ്മുടെ പാപം മോചിക്കപ്പെട്ടത്? ഈശോ പരിഹാരം ചെയ്തത് കൊണ്ടാണ്. ഈശോ പരിഹാരം ചെയ്തത് കൊണ്ടാണ് നമ്മുടെ പാപം മോചിപ്പിക്കപ്പെട്ടത്. ഇത് നമ്മൾ ഏറ്റുപറയുന്ന കാര്യമാണ് കുമ്പസാരം. കുമ്പസാരിക്കാൻ മുട്ടുകുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശ് മരണത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുകയാണ്. ഈശോയെ, നീ എനിക്ക് വേണ്ടി മരിച്ചു. പിതാവായ ദൈവമാണ് പാപമോചനം തരുന്നതും നമുക്ക് പ്രസാദവരം തരുന്നതും. പക്ഷേ പിതാവായ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരാൾ പരിഹാരം ചെയ്യാതെ ഈ പാപമോചനവും ദൈവപര പ്രസാദവും നമുക്ക് തരാൻ പറ്റുകയില്ല. ഒരാൾ മരിക്കണം, അവർ തമ്മിലുള്ള ടൈപ്പാണ്. ഈശോ തയ്യാറായി, മരിക്കാൻ തയ്യാറായി. നീ പോയി മരിക്ക്, എന്നാൽ എനിക്ക് എൻ്റെ മക്കൾക്ക് പ്രസാദവരം കൊടുക്കാൻ പറ്റൂ. നീ മരിക്കട്, എൻ്റെ മകനെ നീ മരിക്ക്, എന്നാൽ എൻ്റെ മക്കൾക്ക് എനിക്ക് പ്രസാദവരം കൊടുക്കാൻ പറ്റും. അപ്പം ഈശോയെ മരിപ്പിച്ചിട്ട് പിതാവായ ദൈവം തരുന്ന പ്രസാദവരം, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവം തരുന്ന പ്രസാദവരം നമുക്കത് വേണ്ടെങ്കിൽ, വേറെ പല കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമ്മൾ കുറുക്ക് വഴികളാണ് തേടുന്നതെങ്കിൽ, കുമ്പസാരം കുർബാന സ്വീകരണം ഇല്ലാതെ കുറുക്ക് വഴികളാണ് തേടുന്നതെങ്കിൽ നമ്മൾ ഈശോയുടെ മരണത്തെ ആരാധിക്കുന്നുണ്ടോ? വക്ഷസിൽ ചേർന്നവൻ അവനെ ചേർന്ന് നിൽക്കാൻ വീണ്ടും ഒരു മഹാഭാഗ്യം കൊടുത്തു. അതാണ് കുരിശ് മരണം കാണാനുള്ള ഭാഗ്യം. മറിയം ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട മകളായി, ദൈവത്തിൻ്റെ മകളായി ഇന്ന് സഭയിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം മറിയം ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചു. അത് ചേർന്ന് പോയി, കുരിശിന്റെ വഴിയിലൂടെ ചേർന്ന് പോയി, ഒട്ടുമകലം പാലിച്ചില്ല. അതുകൊണ്ടല്ലേ 4-ാം സ്ഥലം നമ്മളത് ധ്യാനിക്കുന്നത്. ചേർന്ന് പോയി, എന്നിട്ട് കുരിശിന്റെ ചുവട്ടിപ്പോയി നിന്നു, എന്നിട്ട് ഈശോയുടെ മരണത്തെ കണ്ടു, മരണത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ആ മരിച്ച ഈശോയുടെ ശരീരം മടിയിലേക്ക് സ്വീകരിച്ചു. മരിച്ച ഈശോയുടെ ശരീരം, മുറിക്കപ്പെട്ട ശരീരം ആദ്യമായിട്ടും ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് പരിശുദ്ധ മറിയമാണ്. അപ്പോൾ മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കിട്ടുന്ന അവസരമല്ലേ പരിശുദ്ധ കുർബാന സ്വീകരണം? അപ്പൊ പരിശുദ്ധ കുർബാന സ്വീകരണം വഴിയും പരിശുദ്ധ കുമ്പസാരം വഴിയും ഈശോയുടെ മരണത്തെ ആരാധിക്കാൻ, രക്ഷപ്പെടാൻ ഇതേ ഉള്ളൂ കുറുക്കു വഴി. വേറെന്തും ചെയ്തിട്ടും കാര്യമില്ല. രക്ഷപ്പെടാൻ ഞായറാഴ്ച ആചരണവും കുമ്പസാരവും കുർബാന സ്വീകരണം ഇല്ലാതെ പ്രിയ ദൈവ പൈതലെ നിനക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുകയില്ല. നിനക്ക് കർത്താവിനോട് നീ ചേർന്ന് നിൽക്കുന്നു എന്ന് കാണിക്കുന്നാൻ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അത് വാതോരാതെ ഈ അപ്പോസ്തലൻ പറഞ്ഞു വെച്ചു എങ്ങനെയാണ് ചേർന്ന് നിൽക്കേണ്ടത്. 53-ാമത്തെ അധ്യായം 6-ാം അധ്യായം 53-ാമത്തെ വാക്യം യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല.
ഈ യോഹന്നാൻ തന്നെയാണ് മുറിച്ചിട്ട ശാഖ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണ്ടേ, കുഞ്ഞാട് ഇടയനോട് ചേർന്ന് നിൽക്കണ്ടേ. ഈ പ്രതീകങ്ങളെല്ലാം പറയുന്നത് യോഹന്നാൻ ശ്ലീഹയാണ്. ചേർന്ന് നിൽക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നോക്കിക്കോ, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് അച്ചിട്ടായിട്ട് അത് ചെയ്തു തരും. അതുകൊണ്ടാണല്ലോ ഈ വാക്ക് ഉള്ളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചേർന്ന് നിൽക്കുന്നവർക്ക് ഈ അവസാന ദിവസം നമ്മൾ എത്തി നിൽക്കുമ്പോൾ, പെന്തക്കോസ്താ തിരുനാളിൻ്റെ അവസാന മണിക്കൂറുകളിൽ നാം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ് ചേർന്ന് നിൽക്കുക, മനസ്സോട് ചേർന്ന് നിൽക്കുക, ശരീരം കൊണ്ട് ചേർന്ന് നിൽക്കുക ദൈവത്തോട്, ഇല്ലേ? അപ്പോൾ ആ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് പ്രായശ്ചിത്തം ചൊല്ലുന്നത്. നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായി, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നൊരു അകലമുണ്ടായി. അപ്പോൾ ആ ഒരു വിടവ് ഒരു പശയിട്ടൊട്ടിക്കുന്ന കണക്കാണ് പ്രായശ്ചിത്തമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലുന്നത്. അകന്നു പോയത് ഒട്ടിച്ചേർത്ത് വെക്കുക. കുമ്പസാരിക്കുന്നത് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുർബാന സ്വീകരിക്കുന്നത്, ഈശോയുടെ ശരീരം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അപ്പോൾ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ഇനി അങ്ങനെ ധൂർത്തപുത്രൻ അങ്ങനെ വേർപെട്ടു പോയി. ആര് പറഞ്ഞു കൊടുക്കാനുണ്ട്? പന്നിക്കൂട്ടിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ട്? മകനെ ചേർന്ന് നിൽക്ക്, മകനെ പള്ളിപ്പോ, കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പം നമുക്ക് പറ്റാത്ത ചില മേഖലകൾ ഉണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് സാധിക്കാത്ത ചില മേഖലകൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം അനുഗ്രഹമാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കാതെ പോകല്ലേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം, ഒന്ന് കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി അവിടെ ഇവിടെ നോക്കാതെ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് പറഞ്ഞൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിൻ്റെ കരങ്ങളടിച്ച് ഇറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ പരിശുദ്ധാത്മാവേ കരങ്ങൾ ഉയർത്തിയടിച്ച് നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഒട്ടി നിൽക്കാനുള്ള കൃപ ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. ദൈവമേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. സഭയോട് ചേർന്ന് നിൽക്കാൻ, ഈശോയുടെ മരണത്തെ ആരാധിക്കാൻ, കൂടെ കുമ്പസാരിക്കാൻ, ഞായറാഴ്ച ആചരണത്തിൽ പങ്കുചേരാൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ആ ധൂർത്തപുത്രനെ പരിശുദ്ധാത്മാവ് ബോധ്യം കൊണ്ട് നിറച്ചതുപോലെ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പാപവും രോഗവും അശുദ്ധിയെല്ലാം കരമടിച്ച് ദൈവത്തിൻ്റെ ആത്മാ എടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. കരമുയർത്തിയടിച്ച് നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൂർത്തപുത്രന് സുബോധമുണ്ടായി. ലൂക്ക 15-17 അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നാളെ പെന്തക്കോസ്ത് തിരുനാൾ വേണ്ടി ഒരുങ്ങുമ്പോൾ ഓ പരിശുദ്ധാത്മാവേ
പറന്നു വരണമേ. തീനാവിന്റെ രൂപത്തിൽ വരണമേ. പ്രാവിന്റെ രൂപത്തിൽ പറക്കണമേ. തലങ്ങും പറക്കണമേ. സൗഖ്യമുണ്ടാകട്ടെ. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ജ്ഞാനം 8:1 ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവളെല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. ഇവർക്ക് കുഞ്ഞുങ്ങളില്ല, രോഗങ്ങളുണ്ട്, കടബാധ്യതയുണ്ട്, വീട് പണി കഴിഞ്ഞിട്ടില്ല, ജോലി ലഭിക്കാനുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഇവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ക്രമീകരിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തോട് ഒട്ടുനിന്ന് പരിശുദ്ധ മറിയമേ, ദൈവത്തോട് ഒട്ടി നിൽക്കാനും പരിശുദ്ധാത്മാവ് നിറയാനും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. ജീവനീരു പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാ ഇന്ന് പൂർണ്ണമായി പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. നമ്മുടെയും അവിടുത്തെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് ആഗതനായി ദിവരഹസ്യങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ സമസ്ത പാപങ്ങളുടെയും മോചനം അവിടുന്ന് തന്നെയാണല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഉയർത്തിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷം തൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷ ദർശനം അരുളുകയും അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദൈവികതയിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതയും വേണ്ടതോ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ
ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണമേങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഖാരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാരിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവകുഞ്ഞാണി എങ്ങളിൽ കണ്ണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവകുഞ്ഞാണി എങ്ങളിൽ കണ്ണിനമേ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണി ഞങ്ങൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇവിടെ നടത്തപ്പെടുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ സമയക്രമവും പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങൾ വിവരങ്ങളും ഇവിടെ അറിയിക്കുകയാണ്. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന ജയ പ്ലസ് വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. എല്ലാ ദിവസവും ഇവിടെ 11 കുർബാനകളാണ് ഉള്ളത്. ചൊവ്വാഴ്ചകളിലും ഞായറാഴ്ചകളിലും 12 കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു. ലോവർ ബസിലിക്കയിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തമിഴ് കുർബാന, 10 മണിക്ക് ഇംഗ്ലീഷ്, 12 മണിക്ക് തമിഴ്, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസിലിക്കയിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, വൈകിട്ട് 5 മണിക്ക് കന്നഡ, ചൊവ്വാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണി. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ, അതായത് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസിലിക്കയിൽ വൈകിട്ട് 5:30 ജപമാലയും തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും വചന പ്രഘോഷണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. ഇന്ന് ആദ്യ ശനിയാഴ്ച ദിവസമാണ്. ആദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തുടർന്ന് ലോവർ ബസിലിക്കയിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും പ്രധാന ബസിലിക്ക ദേവാലയം രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. അതുപോലെ തന്നെ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. കുമ്പസാരിക്കാനും മറ്റ് പ്രാർത്ഥനകൾക്കുള്ള എല്ലാ അവസരങ്ങളും പ്രാർത്ഥന സങ്കേതങ്ങളും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ പ്രധാന ബസിലിക്ക ദേവാലയത്തിൻ്റെ സമീപമുള്ള ആവേ മരിയ എന്ന ഹാളിൽ വൈദികരുടെ സാന്നിധ്യമുണ്ടായിരിക്കും. 12 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ശുശ്രൂഷയ്ക്ക് ഇടവേള കൊടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാത്രമാണ്. 1 മണിക്കൂർ മാത്രമാണ് ഇടവേള കൊടുത്തിട്ടുള്ളത്. ബാക്കി 12 മണിക്കൂർ വൈദികർ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ആശീർവാദം സ്വീകരിക്കുന്നതിനും നിങ്ങൾ വാങ്ങിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ ആശീർവദിക്കുന്നതിനുമുള്ള ഈ അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവു ദിനങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാൾ, ഇവിടെ ഈ ദേവാലയത്തിൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ്. പ്രധാന കവാടത്തിൻ്റെ മുൻവശത്ത് അവിടെ നോക്കുമ്പോൾ കാണുന്ന ബിൽഡിംഗാണ് മീഡിയ വിഷ്വൽ സെൻറ്റർ. അവിടെ അരുൾ നിറൈ സുവടുകൾ എന്ന ഒരു ചിത്രീകരണം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അത് തമിഴിൽ 10 മണിക്ക്, മലയാളത്തിന് 11:30, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കുവിൽ. നമ്മൾക്ക് ഒരു 50 പേരെങ്കിലും ആ ചിത്രീകരണത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ ഒരു 11:15 ആകുമ്പോൾ അവിടെ ചെന്ന് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. നിങ്ങളിവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചരടുകളും
പൂട്ടുകളും ഇങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദുരാചാര തുല്യമായ കാര്യങ്ങൾ നിങ്ങൾ കാണും. അതിവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ദയവ് ചെയ്ത് കബളിപ്പിക്കപ്പെടരുത്. ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രം നിരോധിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമില്ല, പൈസ നഷ്ടം മാത്രം. അത് ദൈവഹിതമല്ല, 1-ാം പ്രമാണ ലംഘനവുമാണ്. അതുകൊണ്ട് ഈ തൊട്ടിൽ കെട്ടുന്നതും ചരട് കെട്ടുന്നതും താഴ്ട്ട് പൂട്ടുന്നതും ഒക്കെ അത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അത് അവരെ ഫോളോ ചെയ്ത് നിങ്ങൾ കെണിയിലാകരുത്. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം ശ്രവിക്കണമേ. അങ്ങനെ പഴയതിൽ നിന്ന് പുതിയ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരപ്പെട്ട പോലെ പഴയവ ഉപേക്ഷിച്ച് ശുദ്ധീകൃതമായ മാനസങ്ങളോടെ ഞങ്ങൾ നവീകരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടമേ